Watch India's largest kids library only on Jio Hotstar. Download the app now. നിങ്ങളത് കണ്ടോ? ഇവിടെ ഹോഴ്സ് റൈഡിംഗ് നടത്തുന്നുണ്ടല്ലോ. ആ കറുത്ത കുതിരയെ കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ. അതിന്റെ തലമുടി കണ്ടോ, കാറ്റത്ത് പറക്കുന്നത്. വെരി ഗുഡ്. ഈ ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാ ഉള്ളത്. ഒരുപാട് ദൂരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് ടൈം ഫോർ റാറ്റ് അറ്റാക്ക്. ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് എന്റെ താവളത്തിൽ പോയി നോക്കാം. അല്ല, ഇതെന്തോ സാധനം? രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ഓടി വരണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കൂ. ശിവ, സൂക്ഷിക്കണേ മോനെ. താങ്ക് യു മോനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നീയാ രക്ഷിച്ച. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. It's okay, uncle. ബോസ്, ആ ചെറുക്കൻ ഭയങ്കര അതിശയ ബോസേ. അവൻ കാണാൻ ചെറുതാണെങ്കിലും ആള് ബഹു സാമർത്ഥ്യക്കാരനാ ബോസേ. ആ കുട്ടി സാഹസം കാണിച്ചാണ് അവരെ രക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, എന്റെ ജോലി നടന്നല്ലോ, അത് മതി. വേണമെങ്കിൽ കണ്ടോ, കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു കുതിരവണ്ടി പോലും ഇതിലേ പോവില്ല. അത് മാത്രമല്ലാതെ പതുക്കെ ആൾക്കാരുടെ വരവും പോക്കും നിൽക്കും. കാരണം എലികളെന്ന് വെച്ചാൽ ജനങ്ങൾ പേടിച്ചു വിറയ്ക്കും. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് ആ ടൂറിസ്റ്റ് ബംഗ്ലാവാണ്. ടൂറിന് വരുന്നവർ അവിടെ താമസിക്കാൻ പോലും പേടിച്ചു പോകും. അങ്ങനെ പതുക്കെ ഈ സ്ഥലം മുഴുവനും ഞാൻ മേടിച്ച് കൈക്കലാക്കും. പക്ഷെ ബോസേ, ഈ സ്ഥലം മേടിച്ചിട്ട് ബോസ് എന്ത് ചെയ്യാനാണ്? ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാ ഉള്ളത്. എത്ര ദൂരത്ത് നടക്കുന്ന കാര്യങ്ങളും കാണും. ഞാൻ ഇനി എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നു. ഞാൻ ഈ കടപ്പുറത്ത് എന്റെ പേഴ്സണൽ ടോക്യാർഡ് പണിയും. നോക്കിക്കോ, ആരുടെയും തടസ്സമില്ലാതെ കടൽ വഴിയുള്ള സ്മഗ്ലിംഗ് ഞാൻ എളുപ്പമാക്കി തീർക്കും. ഇനി ആ കുട്ടികളുടെ കാര്യത്തിൽ ആലോചിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കണം. പിന്നെ
എനിക്ക് എന്റെ ജോലി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്തു തീർക്കാം. ആ ചെറുക്കനും ആ ഫാമിലിയും ആ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ചെല്, വേഗം എലികളെ തുറന്നു വിട്ട് അവരൊരു പാഠം പഠിപ്പിക്ക. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇതുപോലെ ഒരുപാട് എലികൾ ഒരു ദിവസം വന്ന് ആക്രമിച്ചു. ഞാൻ ഉടനെ തന്നെ ഓടക്കുഴലെടുത്ത് അങ്ങോട്ട് ഊതിയപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ഓടിക്കളഞ്ഞു. നിങ്ങൾ എത്ര നന്നായിട്ടാ ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് കാണാൻ നല്ല രസമുണ്ട്. എന്താ സംഭവിക്കണെന്ന് അറിയുന്നില്ല. കൊള്ളാം ലഡ്ഡു സിംഗ്. ഇത് ഡാൻസ് അല്ലെന്നേ. എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നേ. ഞാനപ്പ ഡാൻസ് കളിച്ചില്ല. സാറിന് ട്രൈബൽ ഡാൻസും അറിയാല്ലേ? ഇല്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ആദ്യം പാന്റിനകത്തായിരുന്നു എലി, ഇപ്പൊ എന്റെ ഷെഡിക്കകത്തും എലി വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ കൈകൊട്ടൊന്ന് നിർത്തുവോ? എലി എന്റെ പാന്റിനകത്ത് കയറി എല്ലാ സ്ഥലത്തും കടിച്ചു. എനിക്ക് വേദനിച്ചിട്ട് വയ്യ, ഒരു സ്ഥലവും ബാക്കി വെച്ചില്ല. വേഗം ഇതെടുത്ത് ഊതേ. ഇപ്പൊ ഊതിയ ശരിയാവില്ല. നമുക്ക് വേഗം ഇവിടെ എലിയോടിപ്പോ പോയി വാ, ഓടിപ്പോ എലികളെല്ലാം ഓടി ഓടി മുത്തശ്ശന്റെ പാട്ടുകൊണ്ട് എലികളാണ് പോകുന്നത്. അതോ നമ്മൾ വന്നു പോകുമെന്ന് അറിയില്ല. വേഗം ആവട്ടെ, ആരെങ്കിലും കാണും പെട്ടെന്ന്. ദേ അത് കണ്ടോ? ആരാ നിങ്ങള്? അവിടെ എന്താ ചെയ്യുന്നേ? മതി മതി, ആ കുട്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. വേഗം ഓടിക്കോ ഓടിക്കോ, പെട്ടെന്ന് പോകാൻ. എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിക്ക്. ഹലോ ലഡ്ഡു സിംഗ് സർ, ഇവിടെ കടപ്പുറത്ത് 2-3 ആൾക്കാരെ എന്തോ തരികിട പണി ചെയ്യുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് വരൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ശിവ, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. ഓക്കെ ലഡ്ഡു സിംഗ് സർ.
എന്ത് പറ്റി അങ്ക്? ഭയങ്കര ധൃതിയിലാന്ന് തോന്നുന്നു. കുട്ടി ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ട്. മര്യാദക്ക് നീ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കേട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി നല്ല സ്നേഹത്തോടെ പറയൂ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്? നിങ്ങളുടെ ബാഗിൽ എന്താന്ന് പറ. പിടിക്കാ കുട്ടിയെ, അവന്റെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാ. ശിവ, എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല ഇല്ല, പക്ഷേ അതിനോർത്ത് എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അയാൾ ആ ബാഗ് വിടാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ അകത്ത് എന്തോ വിലപിടിപ്പുള്ള സാധനമാണെന്ന് തോന്നുന്നു. അവരവിടെ മണ്ണ് കുഴിച്ച് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് നോക്കിയാലോ? ഇത് കാലി ബോക്സ് ആണല്ലോ. ശിവ, ചിലപ്പോ ഈ ബോക്സ് അവര് വെച്ചിട്ട് പോയതായിരിക്കാം. യെസ്, അങ്ങനെയാണ് തോന്നുന്നത്. അയാളുടെ ബാഗിൽ പലതരം ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തു. രാത്രി വന്ന റാറ്റ്സുമായി ഇവർക്ക് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഔട്ട്. ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാണുള്ളത്. ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ആ ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കില് എന്റെ എല്ലാ പ്ലാനുകളും പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും. നീ ചെല്ല്, ആ ചെറുക്കനെ നീ എന്തെങ്കിലും ചെയ്ത് അവന്റെ കഥ കഴിച്ചേക്ക്. ആ, ഈ ബോളിൽ റാറ്റ് എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഇത്ര അധികം റാറ്റ്സ് എവിടെന്നാ വന്നത്? ഇത്രയധികം എലികൾ എവിടെന്നാ വന്ന? എനിക്ക് പേടിയാകുന്നു. ശിവ, സൂക്ഷിക്കണ മോനെ, ഒരുപാട് എലികള്. ഓ, ഇതെന്തൊരു കുട്ടിയാണ്! ഇത്രയും എലികൾ അവന്റെ മേത്ത് കയറിയിട്ട് അവൻ പേടിക്കുന്നത് പോലും ഇല്ലല്ലോ. ഈ റാറ്റ്സ് ഒക്കെ എന്ത് ഹാർഡാണ്. അതുമല്ലാതെ ഇവയിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളാ വരുന്നത്? ഇവ ശരിക്കുള്ള റാറ്റ്സ് അല്ല, ഇവയൊക്കെ റോബോട്ട്സ് ആണ്. ഏതോ ഒരുത്തൻ ഇവയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു. റേവാ, ആദി, യോഡിൻ, നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് വന്നേ. ഈ റാറ്റ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ആഹാ, എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഈ റാറ്റ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പക്ഷേ ഞാൻ പേടിക്കുന്ന പോലെ അഭിനയിച്ചല്ലേ. എലികളെ എലികളെ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. നിന്നെ ഞാനിപ്പം എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ എലികള് എന്നെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്. ഇവിറ്റങ്ങളൊക്കെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. ആ കുട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എലികളുടെ രഹസ്യം തുറന്നു കൊടുത്തു. ഇനി ആരും എന്റെ എലികളെ പേടിക്കില്ല. ശിവ, ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഇനി എന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ വിട്ടാലേ ശരിയാവുള്ളൂ. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്റെ സൈക്കിളിന്റെ പുറകെ വരൂ, എന്നിട്ട് എന്നെ കണ്ടുപിടിക്കൂ. ശിവ, എന്റെ മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ലഡ്ഡു സിംഗ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? ശിവ, നീ പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് വന്നോളാം. എന്റെ റാറ്റ്സുകൾ ശിവയെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നു. ഇനി നിന്നെ ഞാൻ നോക്കിക്കോളാം ശിവ.
എന്താണോ കുട്ടി, നീ ഭയങ്കര സാഹസക്കാരനാണല്ലോ. ഇനിയിപ്പൊ നീ എന്തോ ചെയ്യും? വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കുട്ടിയെ പിന്നെ കുട്ടി എന്നല്ലാതെ പിന്നെ എന്തോന്ന് വിളിക്കണമെന്നാ പറയുന്നേ? ബോസേ, ഒരു കാര്യം പറയാ, കുട്ടിയെന്ന് മാത്രം വിളിക്കരുത്. അവന്റെ പേര് ശിവ എന്നാ. കുട്ടിയെ ഞാൻ കുട്ടീനെ വിളിക്കുള്ളൂ. കുട്ടി 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 കുട്ടി. അങ്കിൾ എന്താ പറഞ്ഞത്? ഞാൻ ശരിക്ക് കേട്ടേയില്ല. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ കുട്ടി? ഇനി നീ എന്റെ കയ്യിൽ ബോസേ, കുറച്ച് ദൂരെന്ന് പറഞ്ഞ പോരായിരുന്നോ? അവൻ ശരിക്കും കേട്ടില്ല. അതുകൊണ്ടാ ഞാൻ അവന്റെ അടുത്ത് പോയി പറയാമെന്ന് വിചാരിച്ചേ. അവനെ ഇല്ലാതാക്ക്. അവൻ ഈ ശങ്കരനെ അടിച്ചിരിക്കുന്നു. ബോസേ, വിട്ടേക്ക്. ബോസ് ഇപ്പൊ കണ്ടതല്ലേ അവന്റെ തല്ല എങ്ങനെയുണ്ടെന്ന്. പെട്ടെന്ന് സറണ്ടർ ആയേക്ക്. സറണ്ടർ ആവാനോ? ഞാൻ സറണ്ടർ ആവാനാണോടാ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്? അവനെ കാച്ചിക്കളയ. ശിവ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാനിതാ വന്നു കഴിഞ്ഞു. ഐ. ഒരു ബാക്കി കടിക്കാണല്ലോ. ആരെങ്കിലും രക്ഷിക്കണേ. ശിവ, നിങ്ങളുടെ കളിയൊക്കെ ഒരുപാട് അങ്ങ് കൂടിപ്പോയി. ഇനി നിങ്ങൾ ആരും തന്നെ രക്ഷപ്പെടില്ല. നോക്കിക്കോ. ശിവ, നിങ്ങളെല്ലാം അങ്ങോട്ട് മാറി നിൽക്ക്. ഓടിപ്പോ എലികളെ, ഓടിപ്പോ ഓടിപ്പോ എലികളെല്ലാം ഓടി ഓടി ഓടിപ്പോ. എടോ ശങ്കര, നമുക്കിനി ജയിലിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് എലിയും പൂച്ചയും കളി കളിക്കാം. എലി, മേത്തന്നെ ഇറങ്ങാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.